ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കരുണയോടെ നമ്മളെ പരിപാലിക്കുകയും മഹാദയോടെ നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയവനും നല്ലവനും പരിശുദ്ധനുമായ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ നിമിഷം വരെ നമ്മെ കാത്തു സൂക്ഷിച്ച യഹോവയ്ക്കായി നന്ദിയും സ്തോത്രവും അർപ്പിക്കുവാനായി ദൈവം നമുക്ക് ഒരു പുലർക്കാലം ദാനം തന്നിരിക്കുകയാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നേ ദിവസം ധന്യമാക്കുവാനായി നമുക്കൊരു ചിന്താവിഷയത്തിലേക്ക് കടക്കാം. ക്രമവും കൃത്യതയും മതകർത്തവ്യങ്ങൾ ആണ് എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യരുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കൊലോസ്യരുടെ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്കും വിശ്വസ്ത സഹോദരന്മാർക്കും ആയി എഴുതിയ ലേഖനത്തിലുള്ളതാണ് എങ്കിലും ഇന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുന്നതിലൂടെ ഈ വാക്യം നമുക്കും പ്രചോദനമേകുന്നു. ഇവിടെ ഈ വാക്യത്തിലൂടെ പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ഇടവിട്ടോ ക്രമരഹിതമായോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ആയിട്ടോ ചെയ്യേണ്ടതല്ല. നേട്ടം കണക്കാക്കി പെട്ടെന്നുള്ള തോന്നലിനൊത്ത് ചെയ്യേണ്ടതുമല്ല. നേരെ മറിച്ച് നല്ല പ്രവൃത്തിയെ ക്ഷമയോടെയും നമ്മുടെ മാർഗങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അനുഭാവത്തോടെയും ആവശ്യബോധത്തോടെയും നാം അത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന്. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധ വേലയെ മനുഷ്യരെ ഭാരം ഏൽപ്പിച്ചിരിക്കുക, നമ്മെ ഏൽപ്പിച്ചിരിക്കുക. നമ്മളത് ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ദൈവം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവം ഇപ്രകാരം ആവശ്യപ്പെടുവാൻ കാരണമുണ്ട്. മനുഷ്യർ തങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ഇന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങളെ നാളത്തേക്ക് മാറ്റിവെക്കുന്നു. അധികം സമയം നഷ്ടപ്പെടുത്തി കളയുന്നു, വെറുതെ കളയുന്നു. പലരും പ്രഭാതത്തിന്റെ വിലപ്പെട്ട സമയത്തെ ദുർവ്യയം ചെയ്ത് പാഴാക്കുന്നു. ദൈവികത, ആരോഗ്യം, കാര്യസാധ്യം എന്നിവയൊക്കെ ശരിയായ മതനിഷ്ഠയില്ലാത്തതിനാൽ താറുമാറാകുന്നു. ആയതിനാൽ നാം നമ്മുടെ രീതി മാറ്റേണ്ടതുണ്ട്. മെല്ലെപ്പോക്ക് ഉപേക്ഷിച്ച് കൃത്യനിഷ്ഠ ശീലിക്കണം. ഓരോ ജോലികളും ചെയ്യുവാന് അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് തന്നെ നാം അവ ചെയ്യണം. കാരണം ഉറപ്പില്ലാത്ത ഒരു മനസ്സിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിനേക്കാൾ പ്രയോജനത്വത്തിന്റെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് നാം എല്ലാവരും എത്തിച്ചേരണം. പൗലോസിനെ പോലെ പൂർണ്ണതയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തിലും പ്രവൃത്തിയിലും ക്രമവും കൃത്യതയും നാം ശീലിക്കുന്നവരായി മാറണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. നാം യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്രകാരം നമ്മുടെ സഹോദരങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന്, അവരെ പ്രബോധിപ്പിക്കേണ്ടതിന്, ക്രിസ്തുവിലേക്ക് അവരെ ഒരുക്കേണ്ടതിന്, സ്വർഗരാജ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടതിന് നാം പൗലോസിനെ പോലെ പ്രത്യാശയും ധൈര്യവും ഉള്ളവരായി മാറണം. അതേ പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്കാലമാണ്. നാം സമയം തക്കത്തിൽ ഉപയോഗിക്കണമെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ നാം നമ്മിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് ഓരോ ദിവസവും അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സൂക്ഷിക്കുന്ന അടിയങ്ങളുടെ വലിയവനായ ദൈവമേ സ്തോത്രം. ഈ നല്ല സുപ്രഭാതത്തിനായി അടിയങ്ങൾ എന്നോട് സ്തുതിക്കുന്ന പച്ച, നല്ല ഉറക്കത്തെ തന്ന് കർത്താവെ സ്തോത്രം. ഒരു പുലർക്കാലത്തിൽ അടിയങ്ങൾ ഏവരെയും തട്ടി ഉണർത്തി കർത്താവെ നല്ല ഒരു പുലർക്കാലത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. നാളിതുവരെ അടിയങ്ങൾ ചെയ്തതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവിടുന്ന് ക്ഷമിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ മനസ്സ് പുതുക്കി നല്ല ഹൃദയത്തിൽ കർത്താവെ നല്ല ചിന്തകളെ ഉണർത്തി ദൈവചിന്തകളെ കർത്താവെ ഉണർത്തുന്നവരായി മാറുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് പുതുക്കുന്നവരായി രൂപാന്തരം പ്രാപിക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം ഇന്നേ ദിവസം കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ജോലിക്കായും വേലയ്ക്കായും കർത്താവെ സ്തോത്രം അടിയങ്ങൾ പോകുന്ന പച്ച. ഹല്ലേലൂയ. ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട് അപ്പച്ചാ സ്തോത്രം. രോഗത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്കായി പോകുന്ന കുഞ്ഞുങ്ങളൊക്കെയും ഉണ്ട് അപ്പച്ചാ സ്തോത്രം. എല്ലാവരെയും അങ്ങനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പച്ചാ. അവരവരായിരിക്കുന്ന മേഖലകളിൽ കർത്താവെ അവിടുത്തെ സാന്നിധ്യമരോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൗലോസിനെ പോലെ ചിന്തിപ്പാനും കർത്താവെ അങ്ങയുടെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം കർത്താവെ അധ്വാനിക്കാനും പോരാടിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കാൻ തക്കണം കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെ ഏവരെയും അങ്ങനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനായി അടിയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.
എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.